നോമ്പ് കഴിയാനാകണോടത്തോളം എൻ്റെ മടിയും അതുപോലെ തന്നെ ക്ഷീണവും കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇപ്പോൾ ഇതൊരു ചടങ്ങല്ലേ എന്നൊന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ വന്ന ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പേ കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇവ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാകുന്ന അപ്പോൾ അവളുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഓളെ കുളിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ ആകെ കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് അവസാനം ഫോണിൽ കണ്ടതായിരുന്നു ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇത് മൈദപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഏത് പൊടി കുഴക്കണതിനും ഒരു കുഴപ്പമില്ല, പക്ഷെ മൈദപ്പൊടി കുഴക്കണത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതൊരുമാതിരി വൗക്കലിൽ അടിയിട്ടിയ മാതിരിക്കാരം. അങ്ങനെ കുഴക്കണീനനുസരിച്ച് ആകെ പുളുന്നനെ കയ്യുമ്മ കൊട്ടിയതായി പിരാന്ത് പിടിപ്പിച്ചുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ അത് കുഴച്ചതാക്കി. പിന്നെ എനിക്ക് വാണ്ടിയിരുന്നില്ല എന്നായി കേട്ടോ. ആ വീഡിയോ എടുക്കണതും ഉണ്ടാക്കണതും ഒക്കെ പാടെ പിരാന്ത് കയറണ മാതിരിയായിരുന്നു. എന്തായാലും ഇങ്ങനെയായിരുന്നു അത് ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരല്ല നേരായി എന്നുള്ളത്. പക്ഷേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ ഇട്ടുങ്ങാണ്ട് ഞാൻ നേരെ വത്തക്കേണ്ട ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. മിന്നാന്ന് ഇപ്പോൾ വന്നപ്പോൾ കൊടുന്നതായിരുന്നു കേട്ടോ വത്തക്ക. 2-3 തവണ ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഉമ്മ വിളിക്കണം, നിങ്ങൾ വരുന്നില്ലേ എന്ന് വെച്ചിട്ട് വരമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാണാനായിട്ട് ഇപ്പോൾ ആ കയ്യാനക്കൂട്ടിനെ കാണാൻ പൂതിയായിട്ട് വന്നതായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വത്തക്കേണ്ടൊക്കെ പാട്. അപ്പോൾ വത്തക്ക പിന്നെ ഞാൻ കട്ട് ചെയ്തു. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പാലും വെച്ചിങ്ങാണ്ട് ഞാൻ ജ്യൂസാക്കി. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇന്ന് ചോറാണ് കേട്ടോ. ആകെപ്പാട് പിരാന്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ചോറും കറിയും കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ സോയാബീൻ മസാല കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ കറിയുടെ ആവശ്യമില്ല. ചോറ് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുണ്ടോ നോക്കിയതായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അടപ്പവിടെ തന്നെ വെച്ചു. പിന്നെ അതാ കുറേ പാത്രം കഴുകുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കുറച്ച് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് എടുത്ത് അതിൽക്കുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് എടുത്തിങ്ങാണ്ട് നന്നായിട്ട് മസാല തേച്ചെടുത്തു. അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കൂട്ടാണ്ട് പിന്നെ എക്സ്ട്രാ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അത് അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ, കുറേ ആയിക്കണത് കഴിക്കാൻ ഇതേമാതിരി ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഒരാൾ നോമ്പുറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണക്കമീനും പൊരിച്ചെടുത്തു, കൊണ്ടാട്ടമുളകും പൊരിച്ചെടുത്തു, സോയാബീൻ്റെ മസാല കൂട്ടാനും ഉണ്ട്. പിന്നെ കടലകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നു. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. നമ്മളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതായിരുന്നു പിന്നെ അവസാനം ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.